വർഷം 2013. എന്നെ ആദ്യമായി ലാലേട്ടൻ്റെ മുൻപിൽ എത്തിച്ചതും പരിചയപ്പെടുത്തി തന്നതും എനിക്ക് ഈ ചിത്രം എടുത്തു തന്നതും മലയാളത്തിലെ മറ്റൊരു മഹാനടനായിരുന്നു. ആരാണെന്നറിയോ? ഇന്ന് 30ാമത്തെ ദിവസമാണ്. ഈ 30 ദിവസവും മുടങ്ങാതെ എൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തി എന്നുള്ളതിൽ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ ലാലേട്ടൻ്റെ കടുത്ത ആരാധകനാണ്. അങ്ങനെ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്, ഒരു മേക്കപ്പ് സഹായിയായിട്ട്, അതും സാക്ഷാൽ മനോജ് കെ ജെയിൻ സാറിൻ്റെ കൂടെ. എനിക്ക് ലാലേട്ടനോടുള്ള കടുത്ത ആരാധന മനസ്സിലാക്കി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന സിദ്ദിഖ് സാറിൻ്റെ സിനിമയുടെ സെറ്റിൽ വെച്ച് മനോജേട്ടൻ തന്നെ ലാലേട്ടനോട് എൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ ഈ ചിത്രം എനിക്ക് എടുത്തു തന്നു. അന്ന് ലാലേട്ടൻ എന്നോട് സംസാരിച്ചത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. മോനെ വാ, മോൻ വല്ലതും കഴിച്ചായിരുന്നോ? എന്താ മോൻ്റെ പേര്? ഞാൻ പറഞ്ഞു റൊമാരിയോ. കൊള്ളാലോ മോനെ എന്നും പറഞ്ഞ് എൻ്റെ തോളത്ത് തട്ടി ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിട്ട് കാണാൻ മോനെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയി. ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു ഫീല് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നെങ്കിലും തിരശ്ശീലയിൽ ആ മനുഷ്യൻ്റെ കൂടെ ഒരു ഭാഗത്തെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്താൽ. ഹാപ്പി ബർത്ത്ഡേ രേവതി. സ്റ്റേ ഹാപ്പി ഗൈസ്.